ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, 6 മാസ പഠനം, മികച്ച ജോലി. अरे ये क्या कर रहे हो तुम लोग? अरे देखो, वो लोग उसे किडनैप कर रहे हैं. രാജ്യതലസ്ഥാനം വെള്ളരിക്കാപ്പട്ടണമായി മാറിയ ദിവസം, നമ്മുടെ രാജ്യത്തെ അസംഖ്യം യുവാക്കൾ അങ്ങേയറ്റം സമാധാനപരമായി തുടങ്ങിയ ഒരു പ്രതിഷേധം തീജ്വാല പോലെ പടരാനിടയായ ദിനം. നാടിന്റെ യുവത്വം നീതിക്കായി മുഷ്ടി ചുരുട്ടി തെരുവിലിറങ്ങിയപ്പോൾ ഊണുമുറക്കവും ഉപേക്ഷിച്ച് തന്റെ ജീവൻ പണയം വെച്ച് അവർക്കൊപ്പം ഇറങ്ങിയ ഒരു മനുഷ്യനെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് വെള്ളത്തുണി കൊണ്ട് മൂടി തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നത്. അതും അയാളുടെ അനുവാദമില്ലാതെ. കേന്ദ്രസേനയും ഡൽഹി പോലീസും ഒരുമിച്ചു വന്ന് ഒരു കുറ്റവാളിയെ പോലെ വലിച്ചിഴയ്ക്കാൻ അയാൾ ചെയ്ത തെറ്റെന്തായിരുന്നു? രാജ്യത്തിന്റെ വടക്കേ അറ്റത്ത്, അധികാര കേന്ദ്രങ്ങളുടെ എല്ലാം നോക്കെത്താ ദൂരത്ത്, മഞ്ഞുമലകൾക്ക് മുകളിൽ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചു പോന്ന ലഡാക്ക് ജനതയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പോരാളി. വിദ്യാഭ്യാസ മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ലോകം ആദരിച്ച വ്യക്തി. ഇന്ത്യയുടെ അഭിമാനമായി ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചയാൾ. തൻ്റെതായ വേറിട്ട കണ്ടുപിടുത്തങ്ങളിലൂടെ അതിർത്തികളിലെ പട്ടാളക്കാരുടെ ദുരിതങ്ങൾക്ക് പോലും അറുതി വരുത്തിയ പ്രതിഭ. ഒരു കാലത്ത് രാജ്യം ഏറെ വാഴ്ത്തിയവൻ ഇന്നെങ്ങനെ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും കണ്ണിലെ കരടായി? എങ്ങനെ അയാൾ പലരുടെയും പേടി സ്വപ്നമായി? അതിനുത്തരം ആ പേരിലുണ്ട്: സോനം വാങ്ചുക്. मुझे अब यहाँ एक पल भी नहीं रुकना. मुझे पढ़ना है और कुछ बड़ा बनना है. जिन्होंने मुझे बेवकूफ कहा था ना, उन्हीं से अपनी वाहवाही करवानी है. ശ്രീനഗറിലെ ആ സർക്കാർ സ്കൂളിലെ ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ തല ഡെസ്കിലേക്ക് താഴ്ത്തി വെച്ച് കിടക്കുന്ന 10 വയസ്സുകാരന്റെ കണ്ണീർ അപ്പോഴും തോർന്നിരുന്നില്ല. ഒരുപാട് ആഗ്രഹത്തോടെ 1 വർഷം മുൻപാണ് അവൻ ആ സ്കൂളിൽ ചേരുന്നത്. മലമുകളിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അവന് സ്കൂൾ എന്നത് അതുവരെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആകെ അറിയാവുന്നത് അമ്മ മടിയിലിരുത്തി പഠിപ്പിച്ച ലഡാക്കി ഭാഷ മാത്രമാണ്. 9-ാം വയസ്സിൽ പെട്ടെന്നൊരു ദിവസം സ്കൂളിലെത്തിയ അവന് മുന്നിൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഉറുദുവിലും ഹിന്ദിയിലുമെല്ലാമാണ് ക്ലാസുകൾ. ലഡാക്കി മാത്രം അറിയുന്ന അവന് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരക്ഷരം പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കൗതുകമായി തോന്നിയിരുന്ന ക്ലാസ് മുറികൾ പതിയെ പതിയെ തലവേദനയായി മാറി. മാത്രവുമല്ല, ക്ലാസ് മുറികളിൽ അവനൊരു പരിഹാസ കഥാപാത്രമായി മാറാൻ ഏറെ സമയമൊന്നും വേണ്ടി വന്നില്ല. ആരോടും ഒന്നും മിണ്ടാതെ, ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാതെ തല താഴ്ത്തിയിരിക്കുന്ന ഒരു സ്ഥിരം കഥാപാത്രമായി അവൻ മാറി.
ആ കുട്ടി ഒരു മണ്ടൻ തന്നെയെന്ന് അധ്യാപകരും വിധിയെഴുതി. പക്ഷേ അത് നേരെ നോക്കി പറയാനോ വിളിക്കാനോ ആരും തന്നെ മുതിർന്നിരുന്നില്ല. കാരണം അവനൊരു മന്ത്രിപുത്രനായിരുന്നു. ജമ്മു കശ്മീർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന സോനം വാങ്യാലിന്റെ മകൻ. ഭാഷയറിയാത്ത, ചോദിച്ചാൽ കമാ എന്നൊരക്ഷരം മിണ്ടാത്ത അവനെ സഹപാഠികളെല്ലാം കണക്കിന് പരിഹസിച്ചു. പഠിക്കാനും സ്കൂളിൽ പോകാനും ആഗ്രഹിച്ചവന് പതിയെ ആ സ്കൂൾ ഒരു പേടി സ്വപ്നമായി മാറി. അങ്ങനെയാണ് എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകണമെന്ന ചിന്ത ആ കുഞ്ഞു മനസ്സിൽ ഉദിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആരും അറിയാതെ വീട് വിട്ട് പുറപ്പെട്ട് അവൻ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. സോനം വാങ്ചുക്കിന്റെ കഥ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒളിച്ചോട്ടത്തിൽ 11ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഡൽഹി എന്ന മഹാനഗരത്തിലെത്തിയ കൗമാരക്കാരൻ വെറുതെ ഇരുന്നില്ല. പുറപ്പെടുമ്പോൾ അവന്റെ ഉള്ളിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പഠിക്കണം, ചുറ്റിലുമുള്ളവരാൽ അവഹേളിക്കപ്പെടാത്ത ഒരു സ്കൂൾ കണ്ടെത്തണം. അതിനപ്പുറം വീട്ടിൽ നിന്നും ഒളിച്ചോടി വന്നിരിക്കുന്ന തന്നെ നാളെ അവർ തിരിച്ചു സ്വീകരിക്കുകയും വേണം. ഒടുവിൽ ഒരുപാട് നാളത്തെ അലച്ചിലുകൾക്ക് ശേഷം അവൻ അത് കണ്ടെത്തി. തൻ്റെ ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റുന്ന ഒരിടം. ആദിവാസി വിദ്യാർത്ഥികൾക്കും അതിർത്തി പ്രദേശത്തെ കുട്ടികൾക്കുമെല്ലാമായി പ്രവർത്തിക്കുന്ന വിശേഷ് കേന്ദ്രീയ വിദ്യാലയം. അല്പം പേടിച്ചരണ്ടാണെങ്കിലും അവൻ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പതിയെ കടന്നു ചെന്നു. അഴുക്കുപിടിച്ച ദേഹവും കീറിപ്പാറിയ വസ്ത്രവും കണ്ട് ആ മനുഷ്യൻ ആദ്യം ഒന്ന് അമ്പരന്തെങ്കിലും പതിയെ അവനെ അടുത്തേക്ക് വിളിച്ചു. कौन हो बेटा? कहां से हो? मुझे पढ़ना है सर, क्या आप मुझे पढ़ा सकते हैं? ആ ചോദ്യത്തിനു മുന്നിൽ അയാളുടെ മനസ്സലിഞ്ഞു. പലതരത്തിലുള്ള അപേക്ഷകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് അയാളുടെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. പ്രിൻസിപ്പലിനോട് അവൻ തന്നെ പറ്റി പറഞ്ഞു തുടങ്ങി. അയാളാകട്ടെ അണുവിട വിടാതെ അത് കേൾക്കാനും തയ്യാറായി. ലഡാക്ക്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിർത്തിയിൽ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും വേറിട്ട് നിൽക്കുന്ന മനോഹരമായ ഒരു നാട്. ഇന്ത്യയിലെ ഒരേ ഒരു ശീത മരുഭൂമി എന്ന് വിളിക്കാവുന്ന ഇടം. സഞ്ചാരികളുടെ പറുദീസ എന്നെല്ലാം വാഴ്ത്താമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളും കാരണം ജനജീവിതം താറുമാറായ ഈ പ്രദേശത്തെ ഉല്യാക് ടോപ്പോ എന്ന ഗ്രാമത്തിലാണ് സോനം വാങ്ചുക്ക് ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രാമം എന്നുപോലും ആ പ്രദേശത്തെ വിളിക്കാനാവില്ല. റോഡുകളോ ആശുപത്രിയോ എന്തിന് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ പർവ്വത പ്രദേശം. ആ ഭാഗങ്ങളിൽ എവിടെയും സ്കൂളുകളില്ലാതിരുന്നതുകൊണ്ട് തന്റെ 9ാം വയസ്സുവരെ സ്കൂൾ എന്നത് സോനം വാങ്ചുക്കിന് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ലഡാക്കി ജനതയുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ പൊതുപ്രവർത്തകനായിരുന്ന സോനം വാങ്യാലാണ് വാങ്ചുക്കിന്റെ പിതാവ്. കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം 1975 ജമ്മു കശ്മീർ മന്ത്രിസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ കുടുംബം ശ്രീനഗറിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. കുഞ്ഞു സോനത്തിന്റെ മനസ്സിൽ പിതാവിന്റെ മന്ത്രി പദവിയെക്കുറിച്ചുള്ള അഭിമാനത്തെക്കാൾ നഗരത്തിലെത്തിയാൽ തനിക്ക് സ്കൂളിൽ പോകാമല്ലോ എന്ന മോഹമായിരുന്നു. ഒടുവിൽ ആറ്റുനോറ്റ് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാകട്ടെ അത് വലിയൊരു ദുരനുഭവമായി. ഒടുവിൽ ആ നാടുവിട്ടുപോക്ക് സോനത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. തേടിയ വള്ളിയിൽ തന്നെയാണ് സോനം വാങ്ചുക്കിന്റെ കാലുകൾ ചുറ്റിയത്. വിശേഷ് കേന്ദ്രീയ വിദ്യാലയം. ഇന്ത്യയിലെ നാനാദിക്കുകളിൽ നിന്നുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഭാഷാഭേദമന്യേ പഠിക്കാൻ കഴിയുന്ന വിദ്യാലയത്തിൽ സോനം തന്റെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുത്തു. പിന്നീട് അങ്ങോട്ട് പഠനത്തിന്റെ മാത്രം നാളുകളായിരുന്നു. അധികം വൈകാതെ സ്കൂൾ വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കി സോനം തിരികെ ലഡാക്കിലേക്ക് തന്നെ മടങ്ങി. ഇനി എന്ത് പഠിക്കണമെന്ന ചിന്തയുമായിട്ടായിരുന്നു ആ മടക്കയാത്ര. വീട്ടുകാർ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കുഞ്ഞിലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന വാങ്ചുക്ക് ഒടുവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാമെന്ന തീരുമാനത്തിലെത്തി.
പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു നിന്ന സോനത്തോട് വീട്ടിൽ നിന്നും പറഞ്ഞതാവട്ടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ. ലഡാക്കിന് വേണ്ടത് ഒരു സിവിൽ എഞ്ചിനീയറി ആണെന്നായിരുന്നു സോനത്തിന്റെ അച്ഛന്റെ പക്ഷം. പക്ഷേ അവനതൊട്ടും സ്വീകാര്യമാകാതെ വന്നതോടെ സോനം വാങ്ചുക് വീണ്ടും വീട് വിട്ടിറങ്ങി. ഇക്കുറി അച്ഛനോട് കലഹിച്ചുകൊണ്ടായിരുന്നുവെന്ന് മാത്രം. അച്ഛന്റെ പിന്തുണയില്ലാതെ പഠനം പൂർത്തിയാക്കുക, അതും എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുക, അതല്പം പണിപ്പെട്ട കടമ്പയാണ്. തന്റെ തീരുമാനത്തിൽ നിന്നും ഒട്ടും തന്നെ പിന്നോട്ടു പോകില്ല സോനം വാങ്ചുക് അതുറപ്പിച്ചിരുന്നു. അതിനൊരു വഴിയും കണ്ടെത്തി: ട്യൂഷൻ സെന്ററുകൾ. ആദ്യം അതൊരു വരുമാനമാർഗം മാത്രമായിരുന്നുവെങ്കിൽ പതിയെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് സോനത്തിനൊരു ലഹരിയായി മാറി. സോനം അധ്യാപനം വല്ലാതെ ആസ്വദിക്കാൻ തുടങ്ങി. ട്യൂഷൻ സെന്ററിലെ കുട്ടികളും സോനത്തിന്റെ അധ്യാപന രീതി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കരുത് എന്നെല്ലാം കൃത്യമായി തന്നെ സോനത്തിന് ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികൾക്കും പ്രത്യേകമായി ക്ലാസ് എടുത്തും അവരെ പ്രത്യേകം ശ്രദ്ധിച്ചുമായിരുന്നു സോനം അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ചെയ്തതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു: ലഡാക്കിന്റെ ഭാവി. ലഡാക്കിലെ വിദ്യാഭ്യാസ മേഖല അന്ന് സമ്പൂർണ്ണ പരാജയമായിരുന്നു. 100 കുട്ടികൾ 10ാം തരം പരീക്ഷ എഴുതിയാൽ അതിൽ 95 പേരും പരാജയപ്പെട്ടിരുന്ന കാലം. അതിനെല്ലാം അറുതി വരുത്തുക എന്നതും സോനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അതിനാദ്യം തനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസം തുടരണം. അതിനായി ശ്രീനഗറിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇന്നത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സോനം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എക്കാലവും തന്റെ കഴിവിനനുസരിച്ച് മെറിറ്റിൽ മാത്രം ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു സോനം വാങ്ചുക്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും താനൊരു മന്ത്രിപുത്രനാണ് എന്നോ രാഷ്ട്രീയക്കാരന്റെ മകനാണെന്നോ പുറത്തു പറയാൻ സോനം ആഗ്രഹിച്ചിരുന്നില്ല. അക്കാലത്ത് തന്നെയാണ് ലഡാക്കിന്റെ ഷെഡ്യൂൾ ട്രൈബ് പദവി നൽകണമെന്നാവശ്യപ്പെട്ട് പിതാവ് സോനം വാങ്യാൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. പിതാവുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തം ജനതയ്ക്കായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ വാങ്ചുക് ആവേശത്തോടെയാണ് നോക്കിക്കണ്ടത്. നിരാഹാര സമരം പുരോഗമിക്കുന്നതിനിടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറന്നെത്തുകയും സോനം വാങ്യാലിന്റെ സമരപ്പന്തൽ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സോനം വാങ്യാലിന് വെള്ളമെടുത്ത് നൽകി നിരാഹാരം അവസാനിപ്പിച്ചാണ് അന്ന് ഇന്ദിരാഗാന്ധി മടങ്ങിയത്. രാജ്യം മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഈ സംഭവം സോനം വാങ്ചുക്കിനെയും വല്ലാതെ സ്വാധീനിച്ചു. ഒരു പ്രാദേശിക വിഷയത്തിലുള്ള ചെറു സമരങ്ങളെ കേന്ദ്ര സർക്കാരും സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയും കൈകാര്യം ചെയ്ത രീതി വാങ്ചുക് ശ്രദ്ധിച്ചു. ആരെയും ഉപദ്രവിക്കാതെ, ഒന്നിനും നാശനഷ്ടമുണ്ടാക്കാതെ സ്വയം ത്യാഗം ചെയ്തുകൊണ്ടുള്ള ആ സമരരീതിയുടെ ശക്തി കണ്ട് സോനം വാങ്ചുക്ക് വിസ്മയിച്ചു പോയെന്ന് തന്നെ പറയാം. പിതാവിന്റെ മാതൃകയിൽ സോനം വാങ്ചുക്ക് തന്റെ മണ്ണിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചു. ഇന്ത്യൻ ഭൂപടത്തിൽ ഏറെ തലയെടുപ്പോടെ നിൽക്കുമ്പോഴും മനുഷ്യരുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന തന്റെ നാടിന്റെ വിമോചനം തന്നെയായിരുന്നു സോനത്തിന്റെ ലക്ഷ്യം. ലഡാക്കിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി സോനം പദ്ധതികൾ തയ്യാറാക്കി. ആദ്യ പരിഷ്കാരങ്ങൾ തുടങ്ങേണ്ടത് ലഡാക്കിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് അഥവാ സെക്മോൾ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. സമാന മനസ്കരായ ആളുകളെ ഒപ്പം കൂട്ടി ഒരു മുന്നേറ്റത്തിന് തന്നെ തുടക്കം കുറിച്ചു. ലഡാക്കിലെ പ്രാദേശിക ഭരണകൂടത്തിന് താൻ മനസ്സിൽ കണ്ടിരുന്ന ആശയങ്ങൾ സമർപ്പിച്ചു. സർക്കാർ പിന്തുണ ഉറപ്പായതോടെ അവർ പിന്നോക്കം നിന്നിരുന്ന ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുകയും അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് പരിശീലനം നൽകി തുടങ്ങുകയും ചെയ്തു. കുട്ടികളെ മനസ്സിലാക്കി ക്രിയേറ്റീവായി പ്രാക്ടിക്കലായി എങ്ങനെ പഠിപ്പിക്കാം എന്നതിലായിരുന്നു അവർക്ക് പരിശീലനം നൽകിയത്. അടുത്ത ഘട്ടം സിലബസ് പരിഷ്കരിക്കലായിരുന്നു. ഉറുദു മീഡിയത്തിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിനും ലഡാക്കി ഭാഷയ്ക്കും പ്രാധാന്യം നൽകിയതാണ് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്. കഴിഞ്ഞില്ല. ലഡാക്കിന്റെ ഭൂമിശാസ്ത്രത്തിനും സംസ്കാരത്തിനും കരിക്കുലത്തിൽ ഇടം നൽകി. പരിസ്ഥിതിയെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്നതൊരു സബ്ജക്റ്റാക്കി മാറ്റി. മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, അതെല്ലാം നടപ്പിലാക്കപ്പെടുന്നു എന്നുകൂടി ഉറപ്പുവരുത്തണ്ടേ. അതിനും പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു സോനത്തിന്. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും വിലയിരുത്താനുമായി നാട്ടുകാരെയും രക്ഷിതാക്കളെയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പ്ലാൻ. വിസ്മയിപ്പിക്കുന്ന മാറ്റമായിരുന്നു ഇത് ആ സ്കൂളിലെ കുട്ടികളിൽ ഉണ്ടാക്കിയത്. ഇതോടെ ലഡാക്കിലെ 33 സ്കൂളുകളിലേക്ക് കൂടി ഈ പദ്ധതി വികസിപ്പിച്ചു. വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് അതുവഴി സോനം തുടക്കം കുറിച്ചത്. അത് ലഡാക്കിലെ ഒട്ടുമിക്ക സ്കൂളുകളിലേക്കും വ്യാപിച്ചു. ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പേരിൽ. അതിനൊക്കെ ചുക്കാൻ പിടിച്ചതാകട്ടെ സെക്മോളിന്റെ വോളണ്ടിയർമാരും.
അങ്ങനെ 1996 10ാം ക്ലാസ് പരീക്ഷയിൽ ലഡാക്കിന്റെ വിജയശതമാനം 5% ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് കാരണം 2015 ആയപ്പോഴേക്കും 75% എന്ന അവിശ്വസനീയമായ നമ്പറിലേക്ക് എത്തി. അതോടെ ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് ലഡാക്ക് സർക്കാരിന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസ പോളിസിയായി മാറി. കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ മേഖലയിലെ അടിമുടിയുള്ള പരിഷ്കരണങ്ങൾ ലക്ഷ്യം വെച്ച് സോനം സ്കൂളുകൾ സ്ഥാപിച്ചു തുടങ്ങി. 1998 സെഗ്മോൾ ലഡാക്കിൽ ആദ്യ സ്കൂൾ ആരംഭിക്കുന്നത്. മറ്റു സ്കൂളുകളിൽ ഉയർന്ന മാർക്കുള്ളവർക്കും മിടുക്കന്മാർക്കുമാണ് അഡ്മിഷൻ നൽകിയിരുന്നതെങ്കിൽ ഈ സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷകളിൽ തോറ്റവർക്കും താഴ്ന്ന ഗ്രേഡ് ഉള്ളവർക്കുമായിരുന്നു പ്രവേശനം. സോളാർ ടെക്നോളജി, ജൈവ കൃഷി, പാചകം, കെട്ടിട നിർമ്മാണം, സ്പോർട്സ് തുടങ്ങിയവയിലെല്ലാം ഇവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകി വന്നു. സ്കൂളിന്റെ സോളാർ പദ്ധതിയാകട്ടെ പിന്നീട് ലഡാക്ക് മുഴുവനായും വ്യാപിപ്പിക്കാനും സോനത്തിനായി. ഇതിലൂടെ ലഡാക്ക് നേരിട്ടിരുന്ന കടുത്ത ഊർജ പ്രതിസന്ധിക്കും വലിയ ആശ്വാസമാകാൻ അദ്ദേഹത്തിനായി. മാത്രവുമല്ല, സ്കൂൾ എന്നതിനപ്പുറത്ത് പരിസ്ഥിതി സൗഹൃദ ജീവിത രീതിയും പ്രായോഗിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച ഒരു ലിവിംഗ് ലബോറട്ടറിയായാണ് വാങ്ചുക് ഇതിനെ വിഭാവനം ചെയ്തത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടി ആ സ്കൂൾ കെട്ടിടത്തിനുണ്ടായിരുന്നു. തണുപ്പ് കാലങ്ങളിൽ ലഡാക്കിലെ താപനില -15 മുതൽ -25 വരെയൊക്കെ താഴാറുണ്ട്. പലപ്പോഴും മനുഷ്യവാസം അസാധ്യമാകുന്ന കാലാവസ്ഥ. പക്ഷെ അപ്പോഴും ക്യാമ്പസിലെ കെട്ടിടങ്ങൾക്കകത്തെ താപനില 15 ഡിഗ്രി ആയിരിക്കും. അതും യാതൊരുവിധ ഫോസിൽ ഇന്ധനങ്ങളും ഉപയോഗിക്കാതെ തന്നെ. അതെങ്ങനെയാണെന്നല്ലേ? മണ്ണും വൈക്കോലും ഉപയോഗിച്ചുള്ള ക്യാമ്പസിന്റെ നിർമ്മാണ രീതിയായിരുന്നു ഇതിന് കാരണം. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഫ്രാൻസിലെ ഗ്രനോബിളിലുള്ള ക്രാറ്റർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും പഠിച്ച പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളാണ് വാങ്ചുക് ഇവിടെ പ്രയോഗിച്ചത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും നാടിനും നൽകിയതുപോലെ തന്നെയായിരുന്നു സോനം പരിസ്ഥിതിക്കും സംഭാവനകൾ നൽകിയത്. ലഡാക്ക് മഞ്ഞിൽ മൂടിയ നാടാണെങ്കിലും അവിടെ പലപ്പോഴും കുടിക്കാൻ പോലും വെള്ളം ഉണ്ടാകാറില്ല. കേട്ടാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അതാണ് യാഥാർത്ഥ്യം. വളരെ കുറവ് മാത്രമാണ് ഇവിടെ മഴ പെയ്യാറുള്ളത്. ഹിമാനികൾ എന്നറിയപ്പെടുന്ന മഞ്ഞുകട്ടകൾ ഉരുകിയുണ്ടാക്കുന്ന വെള്ളമാണ് കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം ലഡാക്കുകാർ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതോടെ കൃഷി ഇറക്കേണ്ട കാലത്ത് ഈ ഹിമാനികൾ പതിവിന് വിപരീതമായി ഉരുകാതായി. അത് അവരുടെ ജീവിതങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നായപ്പോഴാണ് ഇതിനുള്ള ഒരു പരിഹാരമായി ആർട്ടിഫിഷ്യൽ ഐസ് സ്തൂപങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം സോനം മുന്നോട്ട് വയ്ക്കുന്നത്. ശൈത്യകാലത്ത് ഒഴുകി പാഴായി പോകുന്ന വെള്ളം തണുത്തുറച്ച് വലിയ മഞ്ഞുമലകളാക്കി മാറ്റി വേനൽക്കാലത്ത് കൃഷിക്കായി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പൊതു താപനിലയ്ക്ക് വിപരീതമായി ഐസ് സ്തൂപങ്ങളെ ദ്രവീകരിക്കാനുള്ള വഴികൾ കണ്ടെത്തി. ലഡാക്കിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച ഐസ് സ്തൂപങ്ങൾ ആഗോളതലത്തിൽ വാർത്തയായി മാറി. ഈ വിസ്മയം കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനുമായി പല വിദേശ ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ ലഡാക്കിലേക്ക് ഒഴുകി. ഹിമാലയൻ ബെൽറ്റിലെ മറ്റ് സംസ്ഥാനങ്ങളും, എന്തിന് യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലൻഡ് പോലും തങ്ങളുടെ നാട്ടിലും ഇത് സൃഷ്ടിക്കാനായി സോനം വാങ്ചുക്കിനെ ക്ഷണിച്ചു. ഈ പദ്ധതികൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. സത്യത്തിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ താൻ പഠിച്ച ടെക്നോളജികളെല്ലാം തന്നെ തൻ്റെ നാടിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ എങ്ങനെയെല്ലാം പ്രാക്ടിക്കലാക്കി മാറ്റാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു വാങ്ചുക് ഇവിടെ ചെയ്തത്. പിന്നീടാണ് ലഡാക്കിൽ ഏറ്റവും കഷ്ടപ്പെടേണ്ടി വന്ന മറ്റൊരു വിഭാഗത്തിലേക്ക് സോനം വാങ്ചുക്കിന്റെ ശ്രദ്ധ തിരിയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാന സൈനിക മേഖലയായ ലഡാക്കിന്റെ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്ന സൈനികരിലേക്ക്. അതിശൈത്യത്തിൽ ദിവസങ്ങളോളം ജോലി ചെയ്യേണ്ടി വരുന്നത് എക്കാലവും സൈനികരുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്ന ഒരു കാര്യമാണ്. സിയാച്ചിൻ ഉൾപ്പെടെയുള്ള ഹിമാലയൻ പ്രദേശങ്ങളിലെ സൈനിക പോസ്റ്റുകളിൽ വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതും ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരുന്നു. ഇതിനുള്ള ഒരു പരിഹാരമായി 2021 സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സോളാർ പവർ ടെന്റുകൾ സോനം വാങ്ചുക് വിഭാവനം ചെയ്തു. പുറത്ത് അതിശൈത്യമുള്ളപ്പോഴും ഈ ടെന്റിനുള്ളിലെ താപനില 15 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. എല്ലാ ഭാഗങ്ങളും കൂടെ 30 കിലോയിൽ താഴെ ഭാരം വരുന്ന ഈ ടെന്റ് എത്ര ഉയരത്തിലേക്കും എളുപ്പത്തിൽ കൊണ്ടുപോകാനും സാധിക്കും. ഇത് വലിയ മാറ്റമാണ് ആ സൈനികരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ൽ ഗാൽവൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം
ചൈനയോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിയ സമയത്ത് തന്നെയാണ് വാങ്ചുക്ക് ടെന്റുകൾ നിർമ്മിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യവും പ്രതിരോധ മന്ത്രാലയവുമെല്ലാം അദ്ദേഹത്തെ ആദരിക്കുക പോലും ഉണ്ടായി. ഇതിനിടയിൽ വാങ്ചുക്കിന്റെ സംഭാവനകൾ പരിഗണിച്ച് അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2018 ഏഷ്യയിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഉന്നത ബഹുമതിയായ മാക്സസെ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. ജന്മനാടിനും മാതൃരാജ്യത്തിനും വേണ്ടി ജീവിതം കൊണ്ട് ധാരാളം സംഭാവനകൾ നൽകിയ സോനം വാങ്ചുക് നാടിന്റെ പോക്ക് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയമില്ലാതെ എതിർശബ്ദമായി മാറാനും മുൻപന്തിയിലുണ്ടായിരുന്നു. 2019 ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കി ലഡാക്കിനെ നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയപ്പോൾ ആദ്യം ഇതിനെ സ്വാഗതം ചെയ്തവരിൽ സോനം വാങ്ചുക് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ നീക്കം ലഡാക്കിന്റെ പരിസ്ഥിതിക്കും തദ്ദേശീയരുടെ ജീവിതത്തിനും ഭീഷണിയാവുന്നുവെന്ന് സോനം തിരിച്ചറിഞ്ഞു. അങ്ങനെ ജനസംഖ്യയുടെ 90% ഗ്രാമീണ ഗോത്രജനങ്ങളുള്ള ലഡാക്കിനെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യമുന്നയിച്ചു. ഹിമാനികൾ വേഗത്തിൽ ഉരുകുന്നതിലൂടെയും അനിയന്ത്രിതമായ ടൂറിസം, വ്യവസായവൽക്കരണം എന്നിവയിലൂടെയും ലഡാക്കിന്റെ പരിസ്ഥിതി തകരാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്നും ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്നും സോനം വാങ്ചുക് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ആ വാക്കുകളെ സർക്കാർ പരിഗണിച്ചു. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇത്രകാലവും സോനം വാങ്ചുക്കിനെയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയും ആഘോഷിച്ച അതേ കേന്ദ്ര സർക്കാർ ഇത്തവണ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, വാങ്ചുക്കിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ഭരണപക്ഷത്തെ ചില പ്രമുഖർ രംഗത്തെത്തുകയും ചെയ്തു. പിന്മാറാൻ സോനം വാങ്ചുക്കിലെ പോരാളി ഒരുക്കമായിരുന്നില്ല. പിതാവിന്റെ സമരരീതിയായ ഉപവാസങ്ങളും നിരാഹാരങ്ങളും പദയാത്രകളുമൊക്കെ അദ്ദേഹം തന്റെ സമരമാർഗമായി തിരഞ്ഞെടുത്തു. 2025 0 ഡിഗ്രി കാലാവസ്ഥയിൽ ഓപ്പൺ എയറിലുള്ള അദ്ദേഹത്തിന്റെ നിരാഹാര സമരം രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചു. പിന്നീട് ഡൽഹിയിലേക്കും സമരം വ്യാപിപ്പിച്ചു. 2025 സെപ്റ്റംബറിൽ ലേയിൽ വെച്ചാണ് ലഡാക്ക് ജനതയ്ക്ക് വേണ്ടി വാങ്ചുക് മരണം വരെ നിരാഹാരം പ്രഖ്യാപിക്കുന്നത്. ലഡാക്കിലെ യുവതലമുറ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു. ഇതിനിടയിൽ പ്രക്ഷോഭകാരികളിലെ ഒരു വിഭാഗവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അത് സർക്കാർ ഒരു അവസരമായി മുതലെടുത്തു. വൈകാതെ ദേശദ്രോഹി എന്ന മുദ്രകുത്തി ദേശീയ സുരക്ഷാ നിയമപ്രകാരം സർക്കാർ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ലഡാക്കിൽ നിന്നും 1000-ലേറെ കിലോമീറ്റർ അകലെയുള്ള രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലടച്ചു. അദ്ദേഹത്തിന് പാകിസ്ഥാനി ബന്ധങ്ങളുണ്ടെന്നായിരുന്നു പോലീസിന്റെ ആരോപണം. ദേശതാൽപര്യത്തിന് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സെക്മോളിന്റെ ലൈസൻസും കേന്ദ്രം റദ്ദാക്കി. 6 മാസത്തെ ജയിൽവാസത്തിന് ശേഷം 2026 മാർച്ചിലാണ് അദ്ദേഹം മോചിതനാകുന്നത്. അറസ്റ്റും ജയിൽവാസവും എല്ലാം അനുഭവിച്ചാൽ ആ തീയങ്ങ് അണഞ്ഞുപോകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇക്കണ്ട ജയിൽവാസവും വീട്ടുതടങ്കലും ഒന്നും സോനം വാങ്ചുക്കിലെ പോരാളിയെ അണുവിട തളർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ജയിൽ മോചിതനായി തിരിച്ചെത്തി 3 മാസം പിന്നിടുമ്പോഴാണ് രാജ്യത്ത് മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. നീറ്റ് ക്രമക്കേടിൽ കലുഷിതമായ രാജ്യ തലസ്ഥാനം. പാർലമെന്റിൽ പ്രതിപക്ഷവും തെരുവിൽ CJPയും പ്രതിഷേധം കടുപ്പിച്ചു. ദില്ലി ജന്തർ മന്ദറിൽ രാവിലെ 7 മണിക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സമാനതകളില്ലാത്ത വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നീറ്റ് പരീക്ഷാ വിവാദം. പരീക്ഷാ പേപ്പർ ചോർന്നതിനെ തുടർന്ന് സർക്കാരിന് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വന്നു. എന്നാൽ അതേ തുടർന്ന് രാജ്യത്തുടനീളം നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിച്ച ഈ വിഷയത്തെ തുടർന്ന് രാജ്യത്ത് സമാനതകളില്ലാത്ത ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടു. അഭിജിത് ദീപ് കെ എന്ന യുവാവ് ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ജെൻസി കൂട്ടായ്മയും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നീറ്റ് വിഷയത്തിൽ അനീതി ആരോപിച്ച് രംഗത്തെത്തിയതോടെ തന്റെ ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി പോരാടിയ സോനം വാങ്ചുക്കിന്
ഇതിൽ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. രാജ്യത്തെ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം 2026 ജൂൺ 28 ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരം 16 ദിവസം പിന്നിട്ടതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാവാൻ തുടങ്ങി. എന്നിട്ടും അദ്ദേഹം അണുവിട നിരാഹാരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇതോടെ രാജ്യമൊട്ടുക്ക് വലിയ ജനപിന്തുണ സമരത്തിനുണ്ടായി. രാജ്യതലസ്ഥാനത്തേക്ക് യുവാക്കളും പ്രതിപക്ഷ നേതാക്കളും പ്രവഹിച്ചു. ജൂലൈ 20 പാർലമെന്റ് മാർച്ചിന് നേരെ പോലീസ് അതിക്രമമുണ്ടായി. അതിനു പിന്നാലെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റോടെ തീരുമെന്ന് കരുതിയ അധികാരികൾക്ക് അവിടെയും തെറ്റി. ആ ആശുപത്രി കിടക്കയിലും സോനം നിരാഹാരം തുടർന്നു. ഇതിനിടയിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ച് നിരാഹാരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിപ്പുണ്ടായിരുന്നു. ഒടുവിൽ ജൂലൈ 24 ആവശ്യങ്ങൾ ഭാഗികമായി അംഗീകരിച്ചതിനെ തുടർന്ന് വാങ്ചുക്ക് തന്റെ നിരാഹാരം അവസാനിപ്പിച്ചു. അപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ സമരം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ജൂലൈ 25 അത് സംഭവിക്കുക തന്നെ ചെയ്തു. രാജ്യത്തെ യുവത്വത്തിന്റെ സമരവീര്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി. കോക്രോച്ചുകൾ വിജയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ദീർഘമായ നിരാഹാര സമരം കാരണമുണ്ടായ അവശതകളിൽ തളർന്നിരിക്കുമ്പോഴും ആ 59-കാരൻ ആവേശഭരിതനായി. CJP സമരത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം രാവിലെ കയറി വന്ന് നിരാഹാരമിരുന്ന് അറ്റൻഷൻ നേടാൻ ശ്രമിച്ച തീവ്രവാദ ബന്ധമുള്ളയാളാണ് സോനം വാങ്ചുക്ക് എന്ന് ഭരണകൂട വക്താക്കളിൽ പലരും പരാമർശിച്ചിരുന്നു. അയാളെ രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തിയവരുമുണ്ട്. അത്തരം വ്യാജ ലേബലുകൾ കൊണ്ട് മറച്ചുപിടിക്കാൻ ശ്രമിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അതിശയകരമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃരാജ്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു മഹത്തായ ജീവിതത്തെയാണ്. ജന്മനാടിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവൻ, അതിർത്തികളിലെ സൈന്യത്തിന്റെ കഷ്ടതകൾക്ക് പോലും മാറ്റമുണ്ടാക്കിയവൻ, ഇന്ത്യയുടെ അഭിമാനമായി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടവൻ, ദേശദ്രോഹിയായി മാറി ജയിലിലടയ്ക്കപ്പെട്ട പുതിയ ഇന്ത്യ. അതിലവർ വഴിമാറി യുവജന ജയമായി നാം ഒരു തീയായി നെഞ്ചിൽ ചൂടായി ചുവടുകളൊന്നായി അതിലവർ പിന്മാറി നാം ഒരു കടലായി തിരയുടെ പവറായി അതിലവർ വഴിമാറി യുവജന ജയമായി നാം ഒരു തീയായി നെഞ്ചിൽ ചൂടായി ചുവടുകളൊന്നായി അതിലവർ പിന്മാറി മുന്നോട്ട് ഇനി മുന്നോട്ട് മുന്നോട്ട് ഇനി മുന്നോട്ട് മുന്നോട്ട് ഇനി മുന്നോട്ട് മുന്നോട്ട് ഇനി മുന്നോട്ട് നാം ഒരു കടലായി തിരയുടെ പവറായി അതിലവർ വഴിമാറി യുവജന ജയമായി നാം ഒരു കടലായി തിരയുടെ പവറായി അതിലവർ വഴിമാറി യുവജന ജയമായി